ഹലോ ഗായ്സ്, 2026 നീറ്റ് എക്സാമിലേക്കുള്ള ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നുള്ള പ്രഡിക്ഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ ആണ്. സോ ദ ക്വസ്റ്റ്യൻ ഈസ് ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്, റിഡക്ഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ് വിൽ പ്രൊഡ്യൂസ് ഫീനോൾ. ദാറ്റ്സ് ദ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റ്. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ്, reduction of carboxylic acid and its derivatives produces alcohol. So that is second statement. Third statement is nothing but oxidative ozonolysis of all alkenes will produce aldehydes and ketones. And the fourth option is all the options are incorrect. Which will be the correct answer? Your time starts now. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഇൻകറക്റ്റ് എന്നാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അതിൽ ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് റിഡക്ഷൻ ഓഫ് ബെൻസാൽഡിഹൈഡ് പ്രൊഡ്യൂസസ് ഫീനോൾ എന്നായിരുന്നു. പക്ഷേ ബെൻസാൽഡിഹൈഡ് റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ബെൻസൈൽ ആൽക്കഹോളാണ്. കാർബണിൻ്റെ നമ്പറിലൊന്നും അവിടെ ഒരു പ്രശ്നവും വരുന്നില്ല. അതുകൊണ്ട് തന്നെ ബെൻസാൽഡിഹൈഡ് അപ്പോൺ റിഡക്ഷൻ പ്രൊഡ്യൂസസ് ബെൻസൈൽ ആൽക്കഹോൾ. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ് കാർബോക്സിലിക് ആസിഡും അതിൻ്റെ ഡെറിവേറ്റീവ്സ് ആയിട്ടുള്ള ആസിഡ് ഹാലൈഡ്, എസ്റ്ററുകൾ, അമൈഡ്, അതേപോലെ തന്നെ അൻഹൈഡ്രൈഡ്, ഇതൊക്കെ റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൽക്കഹോളാണ് കിട്ടുന്നതെന്നാണ് നാം പറഞ്ഞത്. പക്ഷേ അമൈഡ് മാത്രം റെഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അമീനാണ് കിട്ടുന്നത്. അതിന് റീസൺ എന്താണ്? ബിക്കോസ് NH2- is not a better leaving group, so OH- will leave, so that will be leading to corresponding amines. Third statement, oxidative ozonolysis of alkenes will give ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് എന്നാണ് ഞാൻ പറഞ്ഞത്. പക്ഷേ ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ് അല്ല കിട്ടുക. അവിടെ എന്താണ് കിട്ടുന്നത്? കാർബോക്സിലിക് ആസിഡ് ആയിരിക്കും. ബിക്കോസ് അവിടെ ഫോംഡ് ആയിട്ടുള്ള ഹൈഡ്രജൻ പെറോക്സൈഡ് ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആയിട്ട് ആക്ട് ചെയ്ത് ഈ ഫോം ചെയ്ത ആൽഡിഹൈഡിനെയും കീറ്റോൺസിനെയും എന്താക്കി മാറ്റാണ്? കാർബോക്സിലിക് ആസിഡ് ആക്കി മാറ്റാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ എല്ലാ സ്റ്റേറ്റ്മെൻറ്റും അവിടെ എന്താണ്? ഇൻകറക്റ്റ് ആണ്. ബി ദ പ്രോബ്ലം സോൾവർ.